അങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടി ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് നമ്മുടെ 49ാമത്തെ സാറ്റർഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് എയറായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എല്ലാവരെയും ലാലേട്ടനിട്ട് പൊരിക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ലാലേട്ടൻ തന്നെ പറഞ്ഞു എപ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ട് നമുക്കിന്നൊന്ന് മാറ്റി പിടിക്കാന്നുള്ളൊരു സ്കീമിലാണ് ലാലേട്ടൻ ഇന്ന് വന്നിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നടന്നിരിക്കുന്ന കുറച്ച് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ കുറച്ച് പണിയുമായിട്ടാണ് അവർ ഹൗസിലോട്ടേക്ക് കയറി വന്നത്. അതായത് അതിലേറ്റവും കൂടുതൽ പണി കിട്ടിയത് അനീഷിനും അക്ബറിനുമാണ്. അതായത് അനീഷിൻ്റെ നോമിനേഷൻ പവറും അക്ബറിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് മത്സരിക്കാനുള്ള പവറും പോയിരുന്നു. അപ്പോൾ രണ്ടാളും ഭയങ്കര സങ്കടത്തിലും സംഭവങ്ങളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോട്ടൽ ടാസ്കിൽ കുറേ കോയിൻസ് ഒക്കെ കിട്ടി ആ ഒരു നഷ്ടപ്പെട്ട പവർ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രണ്ടാൾക്കും ആ രണ്ട് നഷ്ടപ്പെട്ട പവറുകളും തിരിച്ചു കിട്ടി. അനീഷിനും കിട്ടി, അക്ബറിനും കിട്ടി. അക്ബറിന് ടാസ്ക് കളിച്ചിട്ട് കിട്ടിയതാണ്. അനീഷിന് അപ്രതീക്ഷിതമായ ഒരു ടാസ്കിൽ വിജയിച്ചതിനെ തുടർന്നിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ടൽ ടാസ്കിൽ എക്സ്പോസ്ഡ് ആയ ഒരാളുണ്ട്, ക്യാരക്ടർ എക്സ്പോസ് ആയ ഒരാൾ, ആദിലേന് പവറും ശോഭയുടെയും റിയാസിൻ്റെയും സപ്പോർട്ട് കിട്ടിയപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചതെന്ന് ആദിലയ്ക്ക് തന്നെ അറിയില്ല. ചീപ്പ് പ്ലേ ആദില പലതും കാണിച്ചു. അഹങ്കാരം, ക്യാരക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്തതെന്നൊക്കെയാണ് ഇപ്പോൾ ആദില പറയുന്നത്. പക്ഷേ അത് ആദിലയുടെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ നെവിൻ്റെ ഒരു ഇഷ്യൂവിൽ ഷാനവാസിനെ കൂട്ടുപിടിച്ച് പ്രവീൺ വീട്ടിൽ നിന്ന് പോയ പ്രവീണിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നെവിനെ ഒരുവിധ തെളിവും ഇല്ലാതെ പച്ചയ്ക്ക് എക്സ്ക്യൂസ് ചെയ്ത് സംസാരിച്ച ആളാണ് ആതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൂറ അതിന് ആ ഒരു ഇതിൽ നിന്ന് ആതിരയുടെ കൂടെ നിന്ന് നൂറയ്ക്ക് കൂടി അതിൻ്റെ ഒരു മോശം സൈഡ് വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നൂറ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണെങ്കിൽ എന്തായാലും ടോപ്പ് 3 കണ്ടസ്റ്റൻറ്റിൽ എത്തും എന്നുള്ള കാര്യം ഞാൻ ഒരു 15ാമത്തെ ദിവസം തൊട്ടോ മറ്റേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ എനിക്കൊന്ന് ആദ്യം തൊട്ട് തന്നെ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആദില ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചു വരവ് ലക്ഷ്മിയൊക്കെ തിരിച്ച് കയറി വന്നതുപോലെ ഉണ്ടാവും തോന്നില്ല. കാരണം ഒരു ഡീപ്പ് ഡൗൺ ഫ്രം ദ ബോട്ടത്തിൽ നിന്നാണ് ലക്ഷ്മി ടോപ്പിലോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലൊരു കുതിച്ചു കയറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ പോലും ലക്ഷ്മി ആ ഫസ്റ്റ് വീക്കിൽ ലാലേട്ടന് മുമ്പിൽ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി രീതിയിലാണ് ആയിപ്പോയത്. അതിൽ നിന്നൊരു തിരിച്ചു വരവ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ റിയാസ് മോനുവിനെ പോലൊരു വേട്ടാവളയും വേറെ ഇല്ല എന്ന് നമുക്കറിയാം. ആ ഒരു ആൾ വന്ന് ലക്ഷ്മിക്കുണ്ടായിരുന്ന അത്രയും വലിയ നെഗറ്റീവിന്ന് 100% പോസിറ്റീവിലോട്ടേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്തൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഈ റിയാസ് മോനു പറയുന്ന കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. നൂറ് എന്തായാലും സേഫ് ആയിട്ടുണ്ട് എലിമിനേഷനിൽ നിന്ന്. അതുപോലെ ബിന്നി സേഫ് ആയിട്ടുണ്ട്. ബിന്നിയോ റെനയോ ഔട്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, സാബു മാൻ എന്തായാലും കുറച്ച് സിമ്പതി വോട്ട് കിട്ടിയ സ്ഥിതിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഔട്ടാകാൻ പോകുന്നത് റെനയാണ്. റെന അവിടെ പ്രത്യേകിച്ച് നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ റെനയ്ക്ക് പറ്റിയിട്ടില്ല. കുറച്ച് ചെവി വേദന എടുപ്പിക്കുന്ന പോലെയുള്ള ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നാളെ എന്തായാലും റെനേനെ ഔട്ടായിട്ട് നമുക്ക് കാണാം. അടുത്ത വീക്കിൽ സാബുമാനോ അല്ലെങ്കിൽ ബെന്നിയോ ആരെങ്കിലും ആയിരിക്കും ഔട്ടാവുന്നത്, അതും ഉറപ്പാണ്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് നോക്കിയിരുന്ന് കാണാം. ലാലേട്ടൻ ആരെങ്കിലും പൊരിക്കുമോ എന്ന്. അതൊന്നും എന്തായാലും ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല.